ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷിൽ നെഗറ്റീവ് അടിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ ഒപ്പം തന്നെ ഇംഗ്ലീഷിൽ ഏത് ഗൈഡ് ഫോളോ ചെയ്യണം എന്നുള്ളത് കുറച്ച് പേര് എന്നോട് ചോദിച്ചിരുന്നു. അപ്പോൾ അതിനുള്ള ആൻസറും കൂടെ ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് സമയം ഒട്ടും കളയേണ്ട, നമ്മുടെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഡിഡ് മീര ഡാഷ് വിത്ത് ദി ബാൻഡ് യെസ്റ്റർഡേ? ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് ഗസ് ചെയ്യാമോ? എന്തായിരിക്കും വരിക? ഡിഡ് മീര ഡാഷ് വിത്ത് ദി ബാൻഡ് യെസ്റ്റർഡേ. ആൻസർ ഞാൻ പറയാം. ആൻസർ സിങ് ആണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ ആൻസർ സിങ് വന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ സാധാരണ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഇവിടെ യെസ്റ്റർഡേ ഉണ്ട്, യെസ്റ്റർഡേ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി പാസ്റ്റ് ടെൻസ് ആണ്, വേഗം പോയിട്ട് സാങ് എന്ന് പറഞ്ഞുള്ള ആൻസറിലേക്ക് കുത്തുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് എന്താ? ഇവിടെ ഡിഡ് വെച്ചിട്ടാണ് തുടങ്ങിയിരിക്കുന്നത്. ഇത് ശരിയാണ്, നിങ്ങൾ പറഞ്ഞത് ശരിയാണിത് പാസ്റ്റ് ടെൻസ് ആണ്. പക്ഷെ ഡിഡ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഡിഡ് എന്ന് പറയുമ്പോൾ എന്തായാലും പാസ്റ്റ് ആണല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു ഡിഡ് ഉണ്ടെങ്കിൽ, അതായത് പാസ്റ്റ് ഉണ്ടെങ്കിൽ, പിന്നെ നമ്മളിവിടെ പാസ്റ്റ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? അതായത് ഡിഡ് സിങ് എന്ന് പറയുന്നതാണ് എന്ത്? സാങ്. ഓക്കെ, അപ്പോൾ ഡിഡ് ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങളിവിടെ സാങ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, പകരം നമ്മളിവിടെ സിങ് യൂസ് ചെയ്താൽ മതി. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുകയാണ്. ഡിഡ് സിങ് ഇസ് ഈക്വൽ ടു സാങ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം മതി. ഡിഡ് ഉണ്ടെങ്കിൽ സിങ് മതി കേട്ടോ, പിന്നെ അവിടെ കൊണ്ടുപോയിട്ട് സാങ് ഇടേണ്ട ആവശ്യമില്ല. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. യു നീഡ് ടു ഗോ ഡാഷ്. യു നീഡ് ടു ഗോ ക്വസ്റ്റ്യൻ ടാഗിലത്തെ ഒരു ചോദ്യമാണ് കേട്ടോ. ഒന്ന് ആൻസർ ചെയ്യാൻ പറ്റുമോ? എന്തതിൻ്റെ ആൻസർ വരിക? യു നീഡ് ടു ഗോ ഡാഷ്. ആൻസർ ഞാൻ പറയാം. ഡോണ്ട് യു ആണ്. അപ്പോൾ പലരും ഈ ഒരു ആൻസറിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്, നീഡ് ഇൻ യു എന്നുള്ളത്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് നമുക്ക് ഡോണ്ട് യു കിട്ടിയെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഈ ഒരു ഭാഗം നോക്കിയേ, ഇതേതാ? പോസിറ്റീവ് ആണല്ലോ. നമ്മളൊരു ക്വസ്റ്റ്യൻ ടാഗിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നോക്കുന്നത് എന്താ? ഫസ്റ്റ് ഈ ഒരു ഭാഗം എങ്ങനെയാണെന്നുള്ളത്. ഇത് പോസിറ്റീവാണ്. ഇതിനകത്ത് നെഗറ്റീവ് ആയിട്ടുള്ള നോട്ടോ, സ്കെയർസ്ലി, റെയർലി, സെൽഡം ഇങ്ങനെയുള്ള വാക്കുകളൊന്നുമില്ല. അപ്പോൾ നമുക്ക് മനസ്സിലായി എന്തായാലും പോസിറ്റീവ് ആണെന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗം എങ്ങനെയായിരിക്കും? ഈ ക്വസ്റ്റ്യൻ ടാഗിൻ്റെ ഭാഗം നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഇനി നീഡ് വന്നു കഴിയുമ്പോൾ അതിനെ നെഗറ്റീവ് ആക്കുമ്പോൾ പലരും നീഡിൻ്റെ ഒപ്പം ഒരു നോട്ട് ചേർത്തിട്ട് നീഡിൻ്റ് എന്ന് പറഞ്ഞിട്ട് എഴുതും അല്ലേ? നീഡിൻ്റ്. പക്ഷെ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ടാഗിൻ്റെ ഭാഗത്ത് ഒരിക്കലും നീഡിൻ്റ് എന്ന് പറഞ്ഞിട്ട് ഉള്ള വാക്ക് യൂസ് ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ ഒരിക്കലും നിങ്ങൾ നീഡിൻ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കരുത്. അതുപോലെ തന്നെ വേറൊരു വാക്കുണ്ടല്ലോ, ആമിൻ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കാറില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ നോട്ട് വെച്ചിട്ട് പറയണം അല്ലേ? അപ്പോൾ നീഡിൻ്റ് പറ്റില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഈ നീഡിനെ എടുത്തിട്ട് നീഡിന് പകരം എന്ത് എഴുതും? നീഡ് എന്ന് പറഞ്ഞാൽ ഡു നീഡ് എന്നാണ് അർത്ഥം അല്ലേ? നീഡ് ഇസ് ഈക്വൽ ടു ഡു നീഡ്. അപ്പോൾ നമുക്ക് ഡു എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഓക്സിലറി വെർബിനെ കിട്ടി. ഇനി എന്ത് ചെയ്യണം? നെഗറ്റീവ് ആക്കണം. നെഗറ്റീവ് ആക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ആ ഡൂവിൻ്റെ ഒപ്പം ഒരു നോട്ട് ചേർത്ത് പറയും അല്ലേ? അപ്പം എന്താ ആൻസർ വരിക? ഡോണ്ട് യു. ക്ലിയർ ആയോ? അപ്പോൾ ഡസൻറ്റ് യു യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഡസൻറ്റ് യു നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുക? നീഡ്സ് ആയിരുന്നുവെങ്കിൽ, ഇവിടെ ഒരു എസ് ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മൾ ഡസ്, ഇവിടെ ഒരു എസ് ചേർത്തിട്ട് പറയും ഡസൻറ്റ് യു. ക്ലിയർ ആയോ? അപ്പോൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുകയാണ് കേട്ടോ ക്വസ്റ്റ്യൻ ടാഗിൻ്റെ പോർഷനിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നീഡ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും നീഡ് ഇൻ യു എന്നുള്ള ആൻസറിലേക്ക് പോവില്ല. പകരം പ്രസന്റ് ടെൻസ് ആണെങ്കിൽ നമ്മൾ എന്ത് എഴുതും? ഡോണ്ട് യു എന്നുള്ള, ഡോണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ യൂസ് ചെയ്യും. ഇവിടെ എസ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഡസ് ആയിരിക്കും, അല്ലെങ്കിൽ ഡസൻറ്റ് ആയിരിക്കും യൂസ് ചെയ്യുക. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഷീ ഈസ് ഡാഷ് ദാൻ ഫാറ്റ്. ഒന്ന് വേഗം ആൻസർ പറഞ്ഞേ. ഷീ ഈസ് ഡാഷ് ദാൻ ഫാറ്റ്. ആൻസർ മോർ ഷോർട്ട് ആണ്. ഓക്കെ, എത്ര വരെ ശരിയാക്കിയത്? ഷീ ഈസ് ഡാഷ് ദാൻ ഫാറ്റ്, മോർ ഷോർട്ട് ആണ്. അപ്പോൾ പലരും വിചാരിക്കുന്നത് ഷോർട്ടർ, ഇവിടെ ദാൻ ഉണ്ടല്ലോ, അപ്പോൾ ഷോർട്ടർ വന്നൂടെ എന്നുള്ളതാണ് എല്ലാവരും വിചാരിക്കുന്നത്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് തെറ്റെന്ന് വെച്ചാൽ, ഒരാളുടെ തന്നെ രണ്ട് ക്വാളിറ്റീസ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ, ഇപ്പോൾ അവളുടെ തന്നെ പൊക്കവും വണ്ണവും ആണ് കമ്പയർ ചെയ്തിരിക്കുന്നത് അല്ലേ? പൊക്കവും വണ്ണവും. അപ്പോൾ ഒരാളുടെ തന്നെ രണ്ട് കാര്യങ്ങൾ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അവിടെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും? ഒരു മോർ യൂസ് ചെയ്യും. അതിൻ്റെ ഒപ്പം ഒരു പോസിറ്റീവ് ഡിഗ്രി ആണ് യൂസ് ചെയ്യുക. എന്താണ് പോസിറ്റീവ് ഡിഗ്രി? അതായത് മോർ പ്ലസ് എന്താ? ഷോർട്ടാണ് നമ്മുടെ പോസിറ്റീവ് ഡിഗ്രി കേട്ടോ. മോർ പ്ലസ് ഷോർട്ട്, ഇതായിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരിക. അപ്പോൾ ഒരാളുടെ തന്നെ രണ്ട് കാര്യങ്ങൾ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ ഒരു തരത്തിലേക്ക് എത്തുക. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മൾ കമ്പാരിറ്റീവ് ഡിഗ്രിയിലേക്ക് എത്തിയേനെ. ഈ ഒരു കേസിലാണ് നമ്മൾ മോർ ഷോർട്ട് എന്നുള്ള ആൻസറിലേക്ക് എത്തിയേക്കുന്നത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുകയാണ്. നെക്സ്റ്റ് വൺ. യു തിങ്ക് യു ആർ ബ്രില്യൻറ്റ്. ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും വരിക? യു തിങ്ക് യു ആർ ബ്രില്യൻറ്റ്. ആൻസർ ഞാൻ പറയാം. ഡോണ്ട് യു ആണ് കേട്ടോ. ഡോണ്ട് യു ആണ്. എങ്ങനെ എനിക്ക് ആൻസർ കിട്ടിയെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നു. ഓക്കെ, യു തിങ്ക്, നമ്മളിങ്ങനെ ആലോചിക്കുകയാണ്, നമ്മൾ
തിങ്ക് ചെയ്യാണ്, നമ്മൾ ബ്രില്യൻ്റ് എന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അതിനകത്തൊരു കൺജങ്ഷൻ ഒളിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. ആരാ? ദാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺജങ്ഷൻ ഇതിനകത്ത് ഒളിച്ചിരിക്കുന്നുണ്ട്. ക്വസ്റ്റ്യനിൽ കൊടുക്കണം എന്നില്ല, നിങ്ങൾ ഇത്ര ഓർക്കുക, ദാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേർഡ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ യു തിങ്ക് ദാറ്റ് യു ആർ ബ്രില്യൻ്റ് എന്ന് പറയുമ്പോൾ ഈ കൺജങ്ഷന് ശേഷം വന്നിട്ടുള്ള ആൾക്കാരെ മൊത്തം നമുക്കങ്ങ് വെട്ടിക്കളയാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഇത്രയും ചെറുതായിട്ട് കിട്ടി. യു തിങ്ക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് മാത്രം കിട്ടി. ഇനി തിങ്കിന് പകരം നമുക്ക് എന്ത് എഴുതാം? എങ്ങനെ എഴുതാം? ഡു തിങ്ക് അല്ലേ? തിങ്സ് ആയിരുന്നെങ്കിൽ നമ്മൾ എന്തെഴുതും? ഡസ്. എസ് ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടെയും എസ് ചേർത്ത് പറയും. അപ്പോൾ ഇവിടെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, ഡു തിങ്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തു. ഇനി ഡൂവിൻ്റെ ഒപ്പം ഞാൻ എന്ത് ചെയ്യും? ഒരു നോട്ട് ചേർത്ത് കഴിയുമ്പോൾ എന്താ എൻ്റെ ആൻസർ വരിക? ഡോണ്ട് യു. കണ്ടോ, ഇത് യു അല്ലേ? ഡോണ്ട് യു എന്നുള്ള ആൻസറിലേക്ക് എത്തും. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? അപ്പോൾ യു തിങ്ക് ദാറ്റ് യു ആർ ബ്രില്യൻ്റ് എന്ന് പറയുമ്പോൾ അവിടെ വരുന്ന ആൻസർ എന്താ? ഡോണ്ട് യു ആണ്. പലരും ഇവിടെ ആറുണ്ട്, അപ്പോൾ ആറിൻ്റ് യു എന്ന് പറഞ്ഞിട്ടുള്ള ആൻസറിലേക്ക് എത്തും. എപ്പോഴാണ് നമ്മൾ ഈ ആറിൻ്റ് യു എന്ന് പറഞ്ഞിട്ടുള്ള ആൻസർ ശരിയാവുന്നതെന്നുള്ളത് അടുത്ത ചോദ്യത്തിൽ ഞാൻ പറഞ്ഞുതരാം. നെക്സ്റ്റ് വൺ, ഐ തിങ്ക് യു വിൽ ബി ഓൾ റൈറ്റ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. ഇവിടെയും തിങ്ക്, നമ്മൾ നേരത്തെ പറഞ്ഞത് തിങ്ക് തന്നെയായിരുന്നു കേട്ടോ. അവിടെ യു ആയിരുന്നു, ഇവിടെ ഐ ആണ്. ഐ തിങ്ക് യു വിൽ ബി ഓൾ റൈറ്റ്. ആൻസർ എന്താ വരിക എന്ന് പറയാൻ പറ്റുമോ? യെസ്, ആൻസർ വോണ്ട് യു ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഐ എന്ന് പറയുന്നത് എന്താ? നമ്മുടെ ഫസ്റ്റ് സബ്ജക്റ്റാണ്. ഫസ്റ്റ് സബ്ജക്റ്റിൻ്റെ കീഴിൽ വരുന്ന ആൾക്കാർ ആരൊക്കെയാണ്? ഐ ഉണ്ട്, വി ഉണ്ട് അല്ലേ? അപ്പോൾ വി എന്ന് പറഞ്ഞാലും ഞാനുണ്ട്, ഐ എന്ന് പറഞ്ഞാലും ഞാനുണ്ട്. അപ്പോൾ രണ്ട് കേസിൽ ഞാനുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ കേസുകൾ വന്നു കഴിയുമ്പോൾ അവിടെ നമ്മൾ ചെയ്യുന്നത്, ഇവിടെ താറ്റ് ഒളിച്ചിരിക്കുന്നുണ്ടല്ലോ അല്ലേ? കൺജങ്ഷൻ ഒളിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ യു അതുപോലെ തന്നെ ബാക്കി എല്ലാ കേസുകളും നമ്മൾ എന്താ ചെയ്യുക? ഇവിടെ നിന്ന് അങ്ങ്, അതായത് ഈ ദാറ്റ് കഴിഞ്ഞിട്ടുള്ള മൊത്തം നമ്മളങ്ങ് വെട്ടിയിരുന്നു അല്ലേ? അതല്ല നമ്മൾ മുമ്പത്തെ ചോദ്യത്തിൽ ചെയ്തേ. പക്ഷെ ഐയും വിയും വന്നാൽ നേരെ ഓപ്പോസിറ്റ് ആലോചിക്കുക. എങ്ങനെയാ? ഈ ദാറ്റിന് മുമ്പുള്ള ആൾക്കാരെ വേണം നമ്മൾ ക്യാൻസൽ ചെയ്യാം. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? ഐയും വിയും മാത്രം, കാരണം ഫസ്റ്റ് പേഴ്സൺ ആണ്. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. നമ്മൾ സെൽഫിഷ് അല്ല എന്ന് ഓർത്താൽ മതി. ഞാൻ സെൽഫിഷ് അല്ല, അപ്പം ഞാനുള്ള ഭാഗത്ത് ഞാൻ അങ്ങ് വെട്ടിക്കളഞ്ഞു, അത്ര ഓർത്താൽ മതി. അപ്പോൾ നമുക്ക് എന്തിട്ട്? യു വിൽ ബി ഓൾ റൈറ്റ്. അപ്പോൾ വിൽ എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽ ഓക്സിലറി വെർബിനെ കിട്ടിയില്ലേ? നമ്മൾ തിങ്ക് ഇവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്കിത് മാത്രം നോക്കിയാൽ മതി കേട്ടോ. വില്ല് കിട്ടി. അപ്പോൾ ഈ ഒരു ഭാഗം പോസിറ്റീവ് ആണ്. അപ്പോൾ ഈ ഒരു ഭാഗം എങ്ങനെയായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം. വില്ല് കിട്ടി. അപ്പോൾ വില്ലിൻ്റെ നോട്ട് എന്താ? വില്ലിൻ്റെ നോട്ട് എന്ന് പറഞ്ഞാൽ എന്താ? വോണ്ടാണ് കേട്ടോ, വോണ്ടാണ്. അപ്പോൾ വോണ്ട് ഇവിടെ യു അല്ലേ? അപ്പോൾ വോണ്ട് യു എന്നുള്ളതാണ് ആൻസർ. ക്ലിയർ ആയോ? അപ്പോൾ ഐയും വിയും വന്ന ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് ഭാഗം വെട്ടിക്കളയുക, ഈ കൺജങ്ഷൻ ഉണ്ടെങ്കിൽ കേട്ടോ. അല്ലാത്ത കേസുകൾ നമ്മൾ എന്ത് ചെയ്യും? രണ്ടാമത്തെ ഭാഗമായിരിക്കും നമ്മൾ ക്യാൻസൽ ചെയ്ത് കളയുക. അങ്ങനെ ഓർത്താൽ മതിയേ, നമ്മൾ സെൽഫിഷ് അല്ല കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, വി ഹാഡ് ലഞ്ച് അറ്റ് 1 o'clock. വി ഹാഡ് ലഞ്ച് അറ്റ് 1 o'clock. എന്തായിരിക്കും ആൻസർ? ഒന്ന് കമൻറ്റ് ചെയ്യൂ. വി ഹാഡ് ലഞ്ച് അറ്റ് 1 o'clock. ആൻസർ വരുന്നത് ഡിഡൻറ്റ് വി ആണ്. ഡിഡൻറ്റ് വി. എങ്ങനെയാണ് നമുക്ക് ഡിഡൻറ്റ് വി എന്ന് പറഞ്ഞിട്ടുള്ള ആൻസർ കിട്ടിയേ? നിങ്ങൾ ഇത്രയും നോക്കുക. ഇവിടെ ഹാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് നമ്മൾ ഹാഡിൻ്റ് എഴുതിയില്ല? റീസൺ എന്ന് വെച്ചാൽ നമ്മൾ ഈ ഹാസ്, ഹാവ്, ഹാഡ്, ഓക്കെ, ഇതെല്ലാം പൊസഷൻ്റെ രീതിയിൽ പറയുമ്പോൾ, പൊസഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അതായത് എനിക്കിപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഐ ഹാവ് എ കാർ, ഷീ ഹാസ് എ ഡോൾ, ഹീ ഹാഡ് എ ഡോൾ എന്നൊക്കെ നമ്മൾ പറയില്ലേ? അതായത് എനിക്കൊരു കാർ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എനിക്കൊരു വീട് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കുള്ള കാര്യം അതാണ് പൊസഷൻ. ഞാൻ എന്താണോ പോസസ് ചെയ്യുന്നത് അതാണ് എൻ്റെ പൊസഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം കേസുകളിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? ക്വസ്റ്റ്യനകത്ത് ഹാസ് ആണെങ്കിൽ ഹാസിൻ്റെ യൂസ് ചെയ്യും, ഹാവ് ആണെങ്കിൽ ഹാവിൻ്റെ യൂസ് ചെയ്യും, ഹാഡ് ആണെങ്കിൽ ഹാഡിൻ്റെ യൂസ് ചെയ്യും. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ അതാണോ ഉദ്ദേശിച്ചിരിക്കുന്നത്? ലഞ്ച് ഉണ്ടായിരുന്നു എന്നാണോ? അല്ല, ഞാൻ ലഞ്ച് കഴിച്ചു അല്ലേ? 1 o'clock ഞാൻ ലഞ്ച് കഴിച്ചു എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അത്തരം കേസുകളിൽ ഇവിടെ ഒരു ക്രിയയാണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇത് പാസ്റ്റ് ടെൻസാണ്. ഹാഡ് കണ്ടപ്പോൾ മനസ്സിലായല്ലോ പാസ്റ്റ് ടെൻസ് ആണെന്ന്. പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ നമ്മൾ അപ്പം എന്ത് ചെയ്യും? അപ്പം നമ്മളിവിടെ ഡിഡ് വെച്ചിട്ട് വേണം പറയാൻ കേട്ടോ. അപ്പോൾ വെറുതെ എനിക്ക് ഡിഡ് വി എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? ഇല്ല, കാരണം ഈ ഒരു ഭാഗം എങ്ങനെയാണ്? പോസിറ്റീവ് ആണ്. അപ്പോൾ ഈ ഒരു ഭാഗം നെഗറ്റീവ് ആവണം. അപ്പോൾ ഡിഡൻറ്റ് വി എന്നുള്ളതാണ് ആൻസർ. ക്ലിയർ ആയോ ഞാൻ പറഞ്ഞത്? അപ്പോൾ ഹാസ്, ഹാവ്, ഹാഡ് ഇതെല്ലാം പൊസഷൻ രീതിയിൽ വരുമ്പോൾ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുക? അതിൻ്റെ ഒപ്പം നോട്ട് ജസ്റ്റ് അതേപോലെ തന്നെ നോട്ട് ചേർത്ത് പറയാം. ബാക്കി കേസുകളിലൊക്കെ, അതായത് ഒരു ക്രിയ ഫോമിൽ വരികയാണെങ്കിൽ നമ്മൾ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ ഡിഡ് യൂസ് ചെയ്തിട്ട് പറയാം. ഓക്കെ, പ്രസന്റ് ടെൻസ് ആണെങ്കിൽ ഡു അല്ലെങ്കിൽ ഡസ് യൂസ് ചെയ്യാം. നെക്സ്റ്റ് വൺ നോക്കാം. 1 of his 2 sons രഘു is the ഡാഷ്. എന്തായിരിക്കും ആൻസർ വരിക? ആൻസർ ടോളർ ആണ്.
അപ്പോൾ ഇവിടെ പലരും വിചാരിക്കും ദ ഉണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ട് സൂപ്പർലേറ്റീവ് വന്നില്ല? എപ്പോഴാണ് നമ്മൾ സൂപ്പർലേറ്റീവ് യൂസ് ചെയ്യുക? മൂന്ന് ആൾക്കാരെങ്കിലും മിനിമം വേണം അല്ലേ? ഒരു 3 ആൾക്കാരെങ്കിലും അല്ലെങ്കിൽ ഒരു 3 പേരുണ്ടെങ്കിലാണ് നമ്മൾ അവിടെ സൂപ്പർലേറ്റീവ് ഫോമായിട്ട് പറയാം. ഇവിടെ കണ്ടോ 2 സൺസാ അല്ലേ? അപ്പോൾ ഇവിടെ നിങ്ങൾ ഇവിടെ നിങ്ങൾ നോക്കേണ്ട ഒരു കീവേഡ് ഉണ്ട്, ഓഫ് ടു. കണ്ടോ, ഓഫ് ടു 2, അതുപോലെ തന്നെ ഓഫ്. ഇതുപോലെയുള്ള കീവേഡ് വന്നു കഴിയുമ്പോൾ നമ്മൾ എന്തായാലും ദ ചേർത്തിട്ട് വേണം പറയാൻ കേട്ടോ. ദ ടോളർ എന്നാണ് യൂസ് ചെയ്യുക. വെറുതെ ടോളർ അല്ല, ഇവിടെ ദ ചേർത്തിട്ട് വേണം നമ്മൾ പറയാം കേട്ടോ. ദ ടോളർ. ഓക്കെ, 3 പേരുണ്ടായിരുന്നെങ്കിൽ നമ്മൾ എന്ത് പറയും? ദ ടോളസ്റ്റ് നമുക്ക് പറയാം. 2 പേരായതുകൊണ്ടാണ് നമ്മൾ ദ ടോളർ ആയിട്ട് പറയാം. അപ്പോൾ നോക്കുക കേട്ടോ, എത്ര എണ്ണാണെന്നുള്ളത് നോക്കിയിട്ട് വേണം തീരുമാനിക്കാൻ. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഐ ഹാവ് എ ബ്യൂട്ടിഫുൾ ഡോൾ. നിങ്ങളൊന്ന് ഉത്തരം പറഞ്ഞേ, എന്തായിരിക്കും വരിക? നേരത്തെ ഞാൻ ഇതിനുള്ള ഉത്തരം പറഞ്ഞു തന്നിരുന്നു. ഐ ഹാവ് എ ബ്യൂട്ടിഫുൾ ഡോൾ. എനിക്കൊരു ബ്യൂട്ടിഫുൾ ഡോൾ ഉണ്ട് അല്ലേ? ഹാവ് ആണ്, ഉണ്ട്. പൊസഷനാണ്. പൊസഷൻ ആണെങ്കിൽ എളുപ്പമാണ്, നമ്മൾ ജസ്റ്റ് ഒരു നോട്ട് ചേർത്തിട്ട് അങ്ങ് പറയാം. അപ്പം എന്തായിരിക്കും ആൻസർ? ഹാവിൻറ്റ് ഐ. ക്ലിയർ ആയോ? ഹാവിൻറ്റ് ഐ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അതേസമയം ക്രിയ ആയിരുന്നെങ്കിലാണ്, പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ നമ്മൾ ഡിഡ് കൂട്ടിയിട്ട് പറയാം കേട്ടോ. അപ്പോൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. നെക്സ്റ്റ് വൺ നോക്കാം. ഹൂം ഹാവ് യു സ്പോക്കൺ ഡാഷ്. ഇവിടെ എന്താ ആൻസർ വരിക? ഗസ് ചെയ്തോളൂ. ഹൂം ഹാവ് യു സ്പോക്കൺ ഡാഷ്. ആൻസർ വിത്ത് ആണ്. അപ്പോൾ നമ്മൾ സാധാരണ ഈ സ്പീക്കിൻ്റെ ഒപ്പം സ്പീക്ക് വിത്ത് യൂസ് ചെയ്യുന്നത് 2 പേര് തമ്മിൽ സംസാരിക്കുമ്പോഴാണ് നമ്മൾ വിത്ത് യൂസ് ചെയ്ത് പറയുക. ആ ഒരു ടോക്കിംഗ് വിത്ത് സമ്മൺ എന്നൊക്കെയല്ല നമ്മൾ പറയുക. അപ്പോൾ വിത്ത് യൂസ് ചെയ്യുന്നത് 2 പേര് തമ്മിൽ സംസാരിക്കുമ്പോഴാണ്. അപ്പോൾ ഇവിടെ ഹൂം ഹാവ് യു സ്പോക്കൺ വിത്ത്. ഓക്കെ, അതാണ് ഇവിടുത്തെ ആൻസർ വരിക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ ടു യൂസ് ചെയ്തില്ല എന്നുള്ളത് ഞാൻ ഇവിടെ പറയാം. ഇവിടെ ശ്രദ്ധിച്ചേ, ഷീ ഹാസ് സ്പോക്കൺ ഡാഷ് എ ഗ്രേറ്റ് ഓഡിയൻസ്. ഇവിടുത്തെ ആൻസർ എന്താ വരിക? ഇവിടുത്തെ ആൻസർ 2 ആണ് കേട്ടോ. ഇവിടെ നമ്മൾ വിത്ത് യൂസ് ചെയ്യാൻ പാടില്ല. ഇവിടെ 2 ആണ് നമ്മൾ ആൻസർ ആയിട്ട് ഉപയോഗിക്കുന്നത്. എന്താ റീസൺ എന്ന് വെച്ചാൽ, ഷീ ഹാസ് സ്പോക്കൺ ടു എ ഗ്രേറ്റ് ഓഡിയൻസ്. ഇവിടെ അവൾ മാത്രമാണ് സംസാരിക്കുന്നത്, ഓഡിയൻസ് അവളായിട്ടല്ല. ഷീ ഹാസ് സ്പോക്കൺ ടു എ ഗ്രേറ്റ് ഓഡിയൻസ്, ഒരാൾ സംസാരിക്കുകയാണ്. ഒരാൾ സംസാരിക്കുന്ന കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രിപ്പോസിഷൻ എന്തായിരിക്കും? 2 ആയിരിക്കും. 2 പേര് തമ്മിൽ സംസാരിക്കുമ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രിപ്പോസിഷൻ വിത്ത് ആയിരിക്കും. ക്ലിയർ ആയോ? അപ്പോൾ സ്പീക്ക് ടു എന്നും പറയും, സ്പീക്ക് വിത്ത്. എപ്പോഴാണ് സ്പീക്ക് വിത്ത്? 2 പേര് തമ്മിൽ സംസാരിക്കുമ്പോൾ. 2 ആണെങ്കിൽ ഒരാൾ തന്നെ സംസാരിക്കുമ്പോൾ. കണ്ടോ, ഷീ ഹാസ് സ്പോക്കൺ ടു എ ഗ്രേറ്റ് ഓഡിയൻസ്. ഇവിടെ ഓഡിയൻസ് ലിസൺ ചെയ്യുക, അവൾ സംസാരിക്കുകയാണ്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഇന്നത്തെ ഈ ഒരു ഇംഗ്ലീഷിനകത്ത് പറയാനുള്ളത്. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കുറച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. കൺഫ്യൂഷൻ വരുത്തുന്ന ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മുടെ അബൂട്ടി സാറിൻ്റെ ബുക്കാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. പലരും എന്നോട് ചോദിച്ചിരുന്നു ഏത് ബുക്കാണ് ഇംഗ്ലീഷിന് നമുക്ക് പഠിക്കാൻ യൂസ്ഫുൾ ആയിട്ട് തോന്നിയെന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും പറയുകയാണെങ്കിൽ അബൂട്ടി സാറിൻ്റെ ബുക്കാണ്. അപ്പം ഇതാണ് കേട്ടോ, ഒരു ചെറിയൊരു പുസ്തകമാണ്. അപ്പോൾ ഇതിനകത്ത് 2003 തൊട്ട് 2017 വരെയുള്ള മുൻവർഷ LDC ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരമുണ്ട്. ഉത്തരം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് എക്സ്പ്ലനേഷൻ ആണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റൻ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ലേ, ഷീ ഹാസ് സ്പോക്കൺ ടു, എന്തുകൊണ്ടാണ് നമ്മൾ ടു യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾ വിത്ത് യൂസ് ചെയ്യാതെ എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നില്ലേ. അപ്പോൾ അതേപോലെ തന്നെ ഓരോ ചോദ്യങ്ങൾക്കും കറക്റ്റായിട്ട് മലയാളത്തിൽ എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ട് കേട്ടോ. വെറുതെ അതിൻ്റെ ആൻസർ മാത്രമല്ല, എക്സ്പ്ലനേഷനും കൂടി തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടൊരു കാര്യം ഓരോ ചോദ്യങ്ങളും കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് വളരെ പേഴ്സണലി യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ബുക്കാണ് അബൂട്ടി സാറിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സാറിനെ കോൺടാക്ട് ചെയ്യാം. സാറിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ സാറിൻ്റെ ഒരു യൂട്യൂബ് ചാനലും കൂടി ഉണ്ട്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതും കൂടെ റെഫർ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ലിങ്കും കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ രണ്ടും നോക്കുക. ബുക്ക് ആവശ്യമുള്ള വരുന്ന LDC എക്സാമിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ സാറിൻ്റെ നമ്പറും കൂടെ ഞാൻ കൊടുക്കാം കേട്ടോ, അതും കൂടി നോക്കുക. പിന്നെ ഞാനിപ്പോൾ A to Z കേരള എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനലിലും കൂടെ ചെയ്യുന്നുണ്ട് ക്ലാസ്സസ്. റെഗുലറായിട്ട് അവിടെയും ഇവിടെയായിട്ട് നിങ്ങൾക്ക് ക്ലാസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ ഞാൻ ലൈവ് സെക്ഷനാണ് ചെയ്യുന്നത്. അപ്പം ചിലപ്പോൾ 1 മണിക്കൂറിൻ്റെ സെക്ഷൻ ആയിരിക്കും, 100 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഞാൻ അവിടെ ഡിസ്കസ് ചെയ്യുക. ഇംഗ്ലീഷിൻ്റെയും കറണ്ട് അഫയേഴ്സിൻ്റെയാണ് അപ്പോൾ കൂടുതൽ ഞാൻ എടുക്കുന്നത്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് ഒക്കെ നമ്മൾ കറക്റ്റ് ഒരു ഓർഡർ അനുസരിച്ച് തന്നെയാണ് പഠിച്ചു പോകുന്നത് കേട്ടോ. 2021 ഇപ്പം ഞാൻ ജൂൺ മാസത്തിലെയാണ് എനിക്ക് ഇനി എടുക്കാനുള്ളത്. അതുപോലെ തന്നെ 2020 ഡിസെൻഡിങ് ഓർഡറിൽ നമ്മൾ ചെയ്യുകയാണ്. ഇപ്പോൾ ഡിസംബർ, നവംബർ, ഒക്ടോബർ അങ്ങനെ ബാക്ക്വേർഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ക്ലാസ് ഫോളോ ചെയ്യുക. എല്ലാതും ചെറിയ ചെറിയ കോഡ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ കറണ്ട് അഫയേഴ്സ് സെക്ഷനും നമ്മൾ പഠിച്ചെടുക്കുന്നത്.
ഇംഗ്ലീഷും അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അൺഅക്കാഡമി ആപ്പിനകത്തും ക്ലാസ് ചെയ്യുന്നുണ്ട്. അൺഅക്കാഡമി ആപ്പ് ഫ്രീ ക്ലാസ് ആണ് കേട്ടോ, നിങ്ങൾ പേയ്മെൻറ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിനകത്തും കൂടെ ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് അതിനകത്തുള്ളൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ അതിനകത്ത് 4 ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ ടൈം വെച്ചിട്ട് നിങ്ങൾക്ക് പോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി കിട്ടുക. അപ്പോൾ കുറച്ചധികം, ഇപ്പോൾ ഒരു 50 പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് നിങ്ങളുടെ പൊസിഷൻ എത്രയാണെന്നും കൂടെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ നല്ലൊരു ഇതാണ് കേട്ടോ, പറ്റുന്ന ആൾക്കാരൊക്കെ അതിനകത്തും കൂടെ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ടെലഗ്രാമിൻ്റെ ചാനലിലെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അതിനകത്ത് ജോയിൻ ചെയ്യുക, കറക്റ്റായിട്ട് നിങ്ങൾക്ക് ക്ലാസ്സസ് കിട്ടുന്നതായിരിക്കും. നാളെ മുതൽ നമ്മുടെ ചാനൽ ആക്റ്റീവ് ആയിരിക്കും. വോയിസ് ക്ലാസ്സസും ഓഡിയോ ക്ലാസ്സസും കൂടെ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ നമ്മുടെ ചാനലിനെ കുറിച്ച് പറയുക. അപ്പോൾ സമയം കളയാനില്ല. എല്ലാവർക്കും ബൈ. താങ്ക് യു.